ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിൽ ധ്യാനചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. പ്രിയരെ, നമ്മൾ വായിച്ചു കേട്ട ഭാഗത്തിൽ 2 തരത്തിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഒന്നാമത്തേത് നശിച്ചു പോകുന്ന നിക്ഷേപം, രണ്ടാമതായിട്ട് നശിച്ചു പോകാത്ത നിക്ഷേപം. 1 തിമോത്തി 6:10 പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലമല്ലോ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതും പ്രിയമായതുമായ സംഗതിയാണ് നിക്ഷേപം എന്നുള്ളത്. സ്വർഗത്തിൽ നമുക്ക് എങ്ങനെ നിക്ഷേപം സ്വരൂപിക്കാം എന്നതിന് ചില വഴികളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, നമുക്ക് ചുറ്റുപാടുമുള്ള ആവശ്യത്തിലിരിക്കുന്നവരെ തിരിച്ചറിയുവാനും അവരെ സഹായിക്കുവാനും നമുക്ക് സാധിക്കണം. രണ്ടാമതായി, രോഗികളെയും അനാഥരെയും വിധവമാരെയും സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. മൂന്നാമതായി, നാം മറ്റുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവും ക്ഷമയും കാണിക്കുന്നവരായിരിക്കണം. തന്നെ തെറ്റായി കാണിക്കുന്ന ആളിനോട് നാം ക്ഷമിക്കുന്നവരായിരിക്കണം. നാലാമതായി, ആത്മീയമായ വളർച്ച നേടുവാൻ നാം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. വചനം പഠിക്കുകയും ദൈവത്തോടുള്ള അടുത്ത ബന്ധം പുലർത്തുവാനും നാം എപ്പോഴും ശ്രമിക്കണം. അഞ്ചാമതായി, സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അനീതിക്കെതിരെ പ്രാർത്ഥിക്കുവാനും നമ്മുടെ സുവിശേഷകർക്കും ദൈവരാജ്യ പ്രവൃത്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം സമയം കണ്ടെത്തണം. ആറാമതായി, നാം സത്യസന്ധമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഇടപെടലുകളിൽ സത്യസന്ധത പുലർത്തുന്നവരായിരിക്കണം. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ സ്വർഗത്തിലുള്ള നമ്മുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഹൃദയവും നിക്ഷേപവും സ്വർഗത്തിലുള്ള പിതാവിലായിരിക്കുവാൻ ഈ നോമ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുന്ന ഏവർക്കും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ താഴ്മയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളുടെ വിലയേറിയ നിക്ഷേപം സ്വർഗത്തിലായിരിക്കുവാനുള്ള ജ്ഞാനം നീ ഞങ്ങൾക്ക് തരണമേ. സകലവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.